യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോ തീരണം. അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോ തീരണം. അവനായി കഷ്ടതായേൽക്കുകയും തേജസ്സിൽ ആനന്ദായുധം വാണിടും. അവനായി കഷ്ടതായേൽക്കുകയും തേജസ്സിൽ ആനന്ദായുധം വാണിടും. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. നിരയായി നിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിരയായി നിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിൻ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിൻ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49:15 വാക്യം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ജീവ വചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരുവനെ മറന്ന് മറ്റനേകരെ ഓർക്കുന്ന ദൈവം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ ദൈവത്തിൻ്റെ എക്കാലത്തെയും മനുഷ്യനോടുള്ള വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ആ വലിയ വാഗ്ദത്തം. ദൈവം ആരെയും മറക്കുന്നില്ല, ഒന്നിനെയും മറക്കുന്നില്ല. ദൈവം തന്നെ നോക്കുന്ന മനുഷ്യനോട് പറയുന്നു, ഞാൻ നിന്നെ മറക്കുകയില്ല. എന്നാൽ പിതാവാം ദൈവം തങ്കിലേക്ക് നോക്കിയ ഒരുവനെ മറന്നു. താൻ എപ്പോഴും ഓർക്കേണ്ടവനെ ആരാലും സഹായിക്കപ്പെടുവാൻ കഴിയാതിരുന്ന സമയത്ത്, ഓർക്കേണ്ട സമയത്ത് തന്നെ മറന്നു കളഞ്ഞു എന്ന് മാത്രമല്ല, കൈവിട്ട് കളയുകയും ചെയ്തു. പിതാവ് മറന്നു, കൈവിട്ട് കളഞ്ഞത് മറ്റാരെയുമല്ല, തൻ്റെ ഏകജാതനായ, തൻ്റെ സ്നേഹഭാജനമായ പുത്രനെ തന്നെയാണ്. ഹൃദയം തകരുന്ന വേദനയോടെയാണെങ്കിലും ഒരു നിശ്ചിത സമയത്തേക്ക് പിതാവ് പുത്രനെ മറന്നു കളഞ്ഞു, കൈവിട്ട് കളഞ്ഞു. സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ച് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? പ്രിയരെ, തങ്ങൾ ആശ്രയിക്കുന്ന, തന്നോട് നിലവിളിക്കുന്ന മനുഷ്യനെ ആരെല്ലാം മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത പിതാവ് സ്വന്തം പുത്രനെ മറന്നു കളഞ്ഞത്, സ്വന്തം പുത്രനെ ഉപേക്ഷിച്ച് കളഞ്ഞത്
തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് ചെയ്ത വാഗ്ദത്തം നിവർത്തീകരിക്കുവാൻ വേണ്ടിയാണെന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ പിതാവാം ദൈവം തൻ്റെ മക്കളായി മനുഷ്യനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നും തൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെയൊക്കെ ആഴം മനസ്സിലാക്കുവാനും കഴിയും. ഏകജാതനെ മരണത്തിന് കൈവിട്ട് കളഞ്ഞ് അനേകം മക്കളെ സ്നേഹിച്ച പിതാവാം ദൈവം സർവമഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ തന്നെ. കാൽവറി മലയിൽ മാനവവർഗത്തിൻ്റെ മുഴുവൻ പാപവും ചുമലിലേറ്റി ക്രൂശിന്മേൽ കാരിരുമ്പാണികളാൽ തറയപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി നിൽക്കുന്ന യേശുക്രിസ്തുവിനെ സകല മനുഷ്യരും കൈവിട്ട് കളഞ്ഞപ്പോൾ ഒരിക്കലും തന്നെ മറക്കരുതാത്ത സമയത്ത്, ഉറച്ച നിലവിളിയുടെയും പ്രാണവേദനയാൽ പിടയുന്ന ആ സമയത്ത് തന്നെ അവരോടൊപ്പം പിതാവും മറന്നു കൈവിട്ട് കളഞ്ഞു. എന്നെ ഓർക്കുകയില്ലേ ദൈവമേ എന്ന നിലവിളിക്ക് പിതാവ് മുഖം മറച്ചു കളഞ്ഞു. തന്നെ തകർത്തു കളയുവാൻ, കൈവിട്ട് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ സ്വന്തം പുത്രനെ മറക്കുവാൻ പിതാവാം ദൈവം തയ്യാറായി. ദൈവം തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രനെ മറന്നു കളഞ്ഞത്, ഉപേക്ഷിച്ച് കളഞ്ഞത് മാനവജാതിക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം തൻ്റെ മക്കളായി തീരുന്ന മനുഷ്യനെ മറന്നു കളയുന്നില്ല. ഇന്നും ദൈവം മറന്നു കളയാതെ തങ്ങൾ ആശ്രയിക്കുന്നവരെ, തങ്ങളെ കൂടി അടുക്കുന്നവരെ ഓർക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. പ്രിയരെ, പുത്രന്റെ നിലവിളി കണ്ടില്ല എന്ന് നടിച്ചവന് തങ്ങൾ ആശ്രയിക്കുന്ന മനുഷ്യന്റെ നിലവിളിയെ കേൾക്കാതിരിക്കുവാൻ, കാണാതിരിക്കുവാൻ കഴിയുകയില്ല. നിലവിളിക്ക് മറുപടി മറയ്ക്കാതെ തന്ന ദൈവത്തെ മാനിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ മനുഷ്യൻ മറന്നു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മനുഷ്യൻ പലപ്പോഴും മറവിയുള്ളവനും നന്ദികേട് കാട്ടുന്നവനുമാണ്. അവൻ വാഗ്ദത്തങ്ങൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒക്കെ മറന്നു കളഞ്ഞു. ദൈവമുഖത്തേക്ക് നോക്കാതെ മനുഷ്യമുഖത്തേക്ക് നോക്കുവാൻ താല്പര്യപ്പെടുന്നവനാണ്. നാം എന്തിനും ഏതിനും അവൻ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല എന്ന് വാഗ്ദത്തം തന്നവനെ ഓർക്കേണ്ടവരാണ്. നമുക്ക് വാഗ്ദത്തം തന്നത്, നമ്മെ വിളിച്ചത് പ്രിയരെ മനുഷ്യരല്ലല്ലോ, സർവശക്തനാം ദൈവമാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം. സ്വന്തം പുത്രനെ മറന്നത് നമ്മെ ഓർക്കുവാൻ വേണ്ടിയാണ്. ജനനം മുതൽ മരണം വരെ, തന്നെയുമല്ല നിത്യത വരെ ഓർക്കുവാൻ കഴിയുന്നത് ഒരേ ഒരുവന് മാത്രമാണ്. സ്വന്തം പുത്രനാൽ നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മെ വീണ്ടെടുത്തവനായ സ്വർഗീയ പിതാവാം ദൈവത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. കൂടപ്പിറപ്പുകളെ, നിങ്ങൾ കണ്ണീരിൻ്റെ നടുവിലായിരുന്നാലും, വേദനയുടെയും നെടുവീർപ്പുകളുടെയും വല്ലായ്മകളുടെയും ഇല്ലായ്മകളുടെയും തകർക്കപ്പെട്ടു പോയ അനുഭവങ്ങളുടെയും ഏവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകളിലുമൊക്കെ ഉള്ളവരാണോ? മനുഷ്യമുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ പരാജയപ്പെടും. ദൈവമുഖത്തേക്ക് നോക്കിയാൽ ദൈവം തൻ്റെ മനുഷ്യരോട് കൽപ്പിക്കുകയും മനുഷ്യകരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കപ്പെടുകയും ചെയ്യും എന്ന് മറക്കരുത്. കാക്കയോട് ദൈവം കൽപ്പിച്ചാൽ കാക്കയ്ക്ക് അതനുസരിക്കാതിരിക്കുവാനാകുകയില്ല എന്ന് തിരിച്ചറിയുക. തിമിംഗലത്തോട് ദൈവം കൽപ്പിച്ചാൽ അതിന് ആ കൽപ്പനയുടെ ഉറവിടം ആരാണെന്ന് ശരിയായി തിരിച്ചറിയാൻ കഴിയും. മത്സ്യത്തോട് നാഥൻ കൽപ്പിച്ചാൽ അത് പത്രോസിന്റെ ചൂണ്ടയിൽ തന്നെ കയറിക്കുത്തും. ദൈവമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ, സ്ത്രീയെന്നോ പുരുഷനെന്നോ, പാസ്റ്ററെന്നോ വിശ്വാസിയെന്നോ, മാനേജറെന്നോ പ്യൂണെന്നോ ദൈവത്തിന് വലിപ്പച്ചെറുപ്പമില്ല. തന്നെ നോക്കി നിലവിളിക്കുന്ന, തന്നിൽ മാത്രം ആശ്രയിക്കുന്ന മനുഷ്യനെ സഹായിക്കുവാൻ അവൻ ആരെയും തൻ്റെ കരത്തിലെടുത്തുപയോഗിക്കും. പ്രിയരെ, പെറ്റ തള്ള നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തം ചെയ്യുന്നതാകയാൽ ആ വാഗ്ദത്തം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും മറക്കാതെ നമ്മെ ഓർക്കുന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന് അവനിൽ ആശ്രയിക്കുകയും അവനിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ
ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് ചില മറുപടികളും വിടുതലുകളും കൽപ്പിച്ചയക്കണമേ. ഇന്നിൻ്റെ മറുപടികൾ കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവത്തെ ഒരിക്കലും മറക്കാത്തവരായി, സ്നേഹിക്കുന്നവരായി ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അവിശ്വസ്തരായി തീർന്ന, ഞങ്ങൾ പിന്മാറിപ്പോയി എല്ലാ പിഴവുകളും കുറവുകളും ഞങ്ങളോട് പൊറുക്കണമേ കർത്താവേ. സ്വർഗീയ ദാനങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ ദാതാവിനെ മറന്നുള്ള ജീവിതം ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ട. ആകയാൽ അങ്ങയിൽ മാത്രം ആശ്രയിച്ച് അങ്ങയെ മാത്രം പ്രസാദിപ്പിച്ച് ജീവിക്കുക. ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പ മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിലും നാമിനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലും നാമിനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനായി കഷ്ടതായ തേജസ്സിൽ അനന്തയുഗം വാണിടും. അവനായി കഷ്ടതായ തേജസ്സിൽ അനന്തയുഗം വാണിടും. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിനെ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിനെ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം.